മലനിരകളാണ് ഇവിടെ കയറി വരുന്നത് തന്നെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാൽപാദമുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് പൊന്നു മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റെസ്റ്റ് എടുത്ത് കടന്ന സ്ഥലം. സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം മുതൽ 7 ദിവസം വരെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ സലഹിൽ നിന്നു. അതെന്താ കാരണം വെച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം അത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടും ഒന്നും പറയാതെ ജബൽ സലഹിന് മുകളിൽ വന്ന് ഇവിടെ ഇബാദത്തിലായി 3 ദിവസം മുതൽ 7 ദിവസം വരെ എന്നാണ്. അങ്ങനെ സ്വഹാബത്തൊക്കെ മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരയാണ്. തിരയുന്ന സമയത്ത് ആരോ ഒരാൾ പറഞ്ഞു ജബൽ സലഹിന് മുകളിലുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജബൽ സലഹില് എന്ത് ചെയ്തു, അവർ വന്നപ്പോൾ റസൂലുള്ളാഹി ഇബാദത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് സ്വഹാബത്തൊക്കെ വന്നിട്ട് നബിയെ ഞാൻ അബൂബക്കർ സിദ്ദീഖാണെന്ന് പറഞ്ഞപ്പോൾ ഏതു അബൂബക്കർ സിദ്ദീഖ് ഞാൻ അറിയില്ല എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞു. കാരണം എന്താ, ഉമ്മത്തിനെ അത്രത്തോളം സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് നരകത്തിലാണ് ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു തആലാക്കും വേണ്ടി കരഞ്ഞു ദുആ ചെയ്ത ജബൽ സലഹ് മലയാണ്, മലനിരകളാണിത്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിൽ മുഴുകിയ സ്ഥലം. പിന്നീട് ഫാത്തിമ ബി ഉമ്മ ഒന്ന് ചോദിച്ചു, നബിയെ ഞാൻ അവിടുത്തെ പുന്നാര മോളായ ഫാത്തിമ ബി ഉമ്മയാണെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറയാണ് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം റസൂലുള്ളാഹിന്റെ അപ്പോഴൊക്കെ റസൂലുള്ളാഹിന്റെ കൽബിലും മനസ്സിലൊക്കെ അല്ലാഹ് എൻ്റെ ഉമ്മത്ത് 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 എന്നുള്ളത് മാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫാത്തിമ ബി ഉമ്മ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവേ എൻ്റെ മുടിയും എൻ്റെ ശരീരവും ഒക്കെ മറ്റു പുരുഷന്മാരിൽ നിന്നും ഞാൻ കാണാതെ നിനക്കും വേണ്ടി മറച്ചു വെച്ചു. എൻ്റെ ഉപ്പാക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ വഹിയത്തിയില്ല ഞാൻ ഇതാക്കണം ഇതിപ്പതാക്കണം ഇതെല്ലാം ഞാൻ പൊക്കിയിട്ട് ഈ ജനങ്ങളെ മുമ്പിൽ എൻ്റെ മുഖവും ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യും കാണിക്കുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് എന്ത് പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ് അള്ളാഹുവിൻ്റെയും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അള്ളാഹുവിൻ്റെയും അവിടുത്തെ ഉമ്മത്തിൻ്റെയും ഇടയിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളിടത്തോളം കാലം എന്താവില്ല, അല്ലാഹു തആല ഉമ്മത്തിൽപ്പെട്ട ഒരാളെയും എന്ത് ചെയ്യൂല, നരകത്തിൽ കടത്തൂല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെന്ന് ആര് പറയാണ്, ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷവും വല്ലാത്ത ആ ഒരു നിമിഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നുപെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ വെള്ളം വേണം, വെള്ളം അതൊക്കെ കുടിക്കാൻ വേണം. അതിനെന്ത് ചെയ്തു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ ചിറക് ഇട്ട് അടിച്ചതാണെന്നും പറയുന്നുണ്ട്, അതുപോലെ റസൂലുള്ളാഹിൻ്റെ വടി കൊണ്ട് അടിച്ചതാണെന്നും പറയുന്നുണ്ട്. അവിടുന്ന് എന്ത് ചെയ്തു, ആ പാറയിൽ നിന്നും ഒരു പാറൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം വരികയാണ്. ആ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ആ ഒലിച്ചിറങ്ങിയ രംഗങ്ങൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള കുടിക്കാനൊക്കെ ഉള്ള വെള്ളം ഇവിടെ നിന്നായിരുന്നു എടുത്തിരുന്നത്. ഇവിടെ ഇബാത്ത് എടുക്കുന്ന സമയത്ത് നമുക്കതും കാണാം.